പ്രൈസ് ദ ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് ആദ്യമായിട്ടാണ് നിങ്ങളത് കേൾക്കണമെങ്കിൽ ഈ പ്രാർത്ഥനയിൽ, നിയോഗ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ നിങ്ങളതൊരു 41 ദിവസത്തേക്കുള്ള ഒരു നിയോഗം എടുക്കുക. നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള 2 നിയോഗങ്ങൾ ഇതിനകത്ത് സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്തി, ഇതുകൂടാതെ വചനം വായിക്കുക, ജപമാല ചൊല്ലുക, കുർബാനയ്ക്ക് പോവുക, അതിനായിട്ട് മുന്നോട്ട് നീങ്ങുക മക്കളെ. അപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നിങ്ങൾക്ക് അസാധ്യമായ 2 കാര്യം സമർപ്പിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേര് ജോസ് തോമസ് എന്നാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ധ്യാനകേന്ദ്രം ബദേൽ മരിയ റിട്രീറ്റ് സെൻറ്റർ, സെബിയൂർ, നോർത്ത് മലയാറ്റൂരിലാണ്. വരിക. അടുത്ത 5-ാം തീയതി, ജൂൺ 5-ാം തീയതി താമസമുള്ള ധ്യാനമുണ്ട്. ദിവ്യകാരുണ്യ അനുഭവ ധ്യാനമാണ് കേട്ടോ. നല്ലൊരു ധ്യാനം, നല്ല ശുശ്രൂഷകളാണ്. നമ്മൾ നല്ല അഭിഷക്തരായ വൈദികരുമുണ്ട്. ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക, അവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ കേട്ടോ. നമുക്കിന്ന് നല്ലൊരു ചിന്തയാണ്, നല്ലൊരു ദൈവ സ്വഭാവമുള്ള ഒരു മക്കളായി മാറാൻ ഉള്ള കുറച്ച് ചിന്തകളാണ് തരാൻ പോകുന്നത്. ഈശോ തരാൻ പോകുന്നത്, ഞാനല്ല, ഈശോ തരുന്നത്. പരിശുദ്ധാത്മാവേ കൊടുക്കണമേ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ അന്തരംഗം തന്നെ പാപത്തിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. അത് ആവും വഴി, ആദവും ഹവ്വയും വഴി വന്നുപോയി. അതാണ് ഒരു മനുഷ്യ മൂലം പാവം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ച്. റോമ 5:12 പ്രവേശിച്ചിരിക്കുക. അതുകൊണ്ട് എല്ലാവരിലും മരണം വന്നു. മരത്തിലൂടെ വന്ന പാപം മരത്തിൽ തന്നെ തീർക്കണം. അതായത് വിശുദ്ധ കുരിശാല്. സ്നേഹമുള്ളവരെ, ഒരാളൊന്ന് എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ നമുക്ക് മുറിവേൽക്കുന്നു, മനസ്സിന് മുറിവേൽക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ തലങ്ങൾ ബോധമനസ്സ്, അബോധമനസ്സ്, അപബോധമനസ്സ്, 5 ആന്തരിക ഇന്ദ്രിയങ്ങൾ, 5 ആന്തരിക ഇന്ദ്രിയങ്ങൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ. ഈ മനസ്സാക്ഷി നിർമ്മലമാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുർബാനയിൽ പാടാറുണ്ട്, നിർമ്മലമായൊരു, അങ്ങനെ പാടാറില്ലേ? അത് നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ്, ഇതിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബോധമനസ്സ്, ഇപ്പോൾ നമ്മളുടെ മെമ്മറിയിലുള്ള കാര്യങ്ങളാണ് ബോധമനസ്സ്. സുബോധ മനസ്സ് വല്ലപ്പോഴും മാത്രം ഓർമ്മ കിട്ടുന്നു, അല്ലെങ്കിൽ ഓർമ്മയില്ല. അപബോധ മനസ്സുണ്ട്, ഓർക്കാറേ ഇല്ല. കൗൺസിലിങ്ങിലൂടെയും അല്ലെങ്കിൽ വല്ലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ കിട്ടുന്നു. കൗൺസിലിങ്ങിലൂടെയൊക്കെ പടപെടാന്ന് വരും കേട്ടോ. അങ്ങനെ 5 മുറിവുകൾ, അതായത് കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി. കണ്ണ്, മൂക്ക്, ത്വക്ക്, ചെവി. 3, 2, 5 അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ നമ്മൾ കേൾവികളിലൂടെ പാപം വന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലും ദൈവം സംസാരിക്കുന്ന സ്വരം കേൾക്കാൻ പറ്റില്ല. അവിടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കാതുകൾ കഴുകപ്പെടണം. യെസ്. സെക്കൻഡ് വൺ, കണ്ണുകളുടെ ദുരാശയുണ്ട്. ഇതൊക്കെ വിവരിക്കാനൊന്നും പറ്റില്ല, അതൊക്കെ അങ്ങോട്ട് വാ. കണ്ണുകളുടെ ദുരാശ, ആവശ്യമില്ലാത്ത ആർത്തികളാണ്. ആഡംബരം കണ്ടാൽ അവിടെ ദുരാശ വരുന്നു. നല്ല വാഹനപ്രേമികളുണ്ട്, അത് കണ്ടാൽ ദുരാശ വരുന്നു. സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീ, അത് കണ്ണുകളുടെ ഒരു അതാണ്. ജഡികാസക്തികൾ, ജീവിതത്തിൽ അഹന്തകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജഡികാസക്തികളിലൂടെ വരുന്ന ഒരു ജഡിക അല്ലെങ്കിൽ ലൈംഗിക ശാരീരിക ബന്ധങ്ങൾ, അല്ലെങ്കിൽ മറ്റു പുരുഷനാണെങ്കിൽ സ്ത്രീയുടെ പുരുഷൻ, അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു മൂക്ക് അടഞ്ഞിരിക്കുകയാണ്. ഈശോ രക്തത്താൽ കഴുകണം. കണ്ണിനെ രക്തത്താൽ കഴുകണം. നാവ് അശുദ്ധമായ ഭാഷണങ്ങൾ, ത്വക്ക് സ്പർശനങ്ങളിലൂടെ പാവങ്ങൾ, കണ്ണ്, മൂക്ക്, ത്വക്ക്, ചെവി. ഈ 5 ആന്തരികങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടണം.
അപ്പോഴാണ് കഴിയാൻ മാത്രം മതിയാണ് നല്ല ഉപസാരം നടത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ മനസ്സിലേറ്റ മുറിവുകളും കഴുകിക്കളയണം. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ്. അപ്പം തന്നെ നമ്മൾ വേറെ ലെവലാവും മക്കളെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സൂക്ഷിച്ച മക്കളെ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, നന്ദി. കർത്താവായ ഈശോയെ, ഇവരുടെ 5 ആന്തരികങ്ങളെ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ. അതുവഴി ഇവരുടെ കടബാധ്യതകൾ മാറട്ടെ കർത്താവേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം, വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ കർത്താവേ. യേശുവേ നന്ദി, 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 നന്ദി. കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ, മത്സ്യത്തൊഴിലാളികളെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ നന്ദി, 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 നന്ദി. സമ്പത്ത് കൊടുത്ത് അനുഗ്രഹം, കടബാധ്യത മാറിപ്പോട്ടെ കർത്താവേ. യേശുവേ ശാരീരിക അസ്വസ്ഥതകൾ, രോഗങ്ങൾ മാറിപ്പോട്ടെ കർത്താവേ. യേശുവെ സ്പർശിക്കണം കർത്താവേ. ഇവർക്ക് തടസ്സമില്ലാത്ത ധ്യാനം കൂടാൻ വരട്ടെ കർത്താവേ. ഈ 5-ാം തീയതി, ജൂൺ 5-ാം തീയതി തുടങ്ങാൻ പോകുന്ന താമസമുള്ള ധ്യാനത്തിലേക്ക് അനേകം മക്കൾ വരട്ടെ. ഇവരുടെ പ്രാർത്ഥന ഇവരും പ്രാർത്ഥിക്കട്ടെ കർത്താവേ. എനിക്കും വേണ്ടി ഇവർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മക്കളെ അനുഗ്രഹിക്കണം കർത്താവ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവ്. സകല വിശുദ്ധരെ കാവൽ, മലാഹമാരെ കാവൽ, ദൂതരെ പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി, 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 നന്ദി. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാവികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെ നിന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിന്നേരത്തും. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്വസ്ത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അവിടെ ഒരുക്ക പ്രാർത്ഥന നമ്മൾ നടത്തും. അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. 2 ദിവസം കഴിഞ്ഞാൽ വ്യാഴാഴ്ച, ചൊവ്വയും ബുധനും കഴിഞ്ഞ് വ്യാഴാഴ്ച താമസമുള്ള ധ്യാനമാണ്. അതിൻ്റെ വിജയത്തിലേക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവമക്കൾ വരാൻ വേണ്ടിയും അച്ഛന്മാർക്ക് ഞങ്ങൾക്ക് വേണ്ടി ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.